നിത്യാനന്ദ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭത്വനന്ദ ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യോമത്യം നമാമിഹം ജയ നരസിംഹ ശ്രീ നരസിംഹ ജയ ജയ നരസിംഹ ജയ പ്രഹ്ലാദേശ ജയ പത്മമുഖ മുഖപത്മഭൃംഗ ഭക്തിവിനാശ നരസിംഹ ഭഗവാൻ की जय भक्त प्रहलाद महाराज की जय गुरुदेव महाराज की जय श्रील प्रभुपाद की जय गौरव प्रेमानंदे हरि हरि बोल ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ മാധവി രാധ മാതാജി, ഹരേ കൃഷ്ണ സൗദ മാതാജി, ഹരേ കൃഷ്ണ ഗീതാ മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണ കുമാരി മാതാജി, ഹരേ കൃഷ്ണ മല്ലിക മാതാജി, ഹരേ കൃഷ്ണ രമ മാതാജി, ഹരേ കൃഷ്ണ വിലാസിനി മാതാജി, ഹരേ കൃഷ്ണ ഭാരതി മാതാജി, ഹരേ കൃഷ്ണ ശോഭന മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ രാധിക മാതാജി, ഹരേ കൃഷ്ണ സുജന മാതാജി. അപ്പൊ എല്ലാവർക്കും സത്സംഗത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഭഗവത്ഗീത നമ്മൾ തുടങ്ങിയിരിക്കുകയാണല്ലേ, ആദ്യത്തെ അധ്യായം. അപ്പൊ തുടങ്ങിയപ്പോൾ നമ്മള് കണ്ടു, കുറച്ച് ശ്ലോകങ്ങളൊക്കെ കണ്ടു. അപ്പൊ അതിൽ നമ്മൾ അതിൽ കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മൾ റിവിഷൻ ചെയ്തു പോകേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊന്നുകൂടെ ഞാൻ റിവൈസ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഭഗവത്ഗീതയിൽ തുടർന്ന് അങ്ങോട്ട് പഠിച്ചു പോകുമ്പോഴത്തേക്ക് ഭഗവത്ഗീതയിൽ പ്രതിപാദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 5 സംഭവങ്ങൾ എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്. 5 വിഷയങ്ങൾ. ഈശ്വര, ജീവ, കർമ്മം, പ്രകൃതി. കർമ്മം, പ്രകൃതി ഒന്നുകൂടെ ഉണ്ട്, 4 ആയിരുന്നു. ഈശ്വര, ജീവ, കാലം, കർമ്മം, പ്രകൃതി. യെസ്, ഈശ്വരൻ, കാലം അല്ലേ, കാലം, കർമ്മ, പ്രകൃതി. വെരി ഗുഡ്. എല്ലാവരും മറന്നുപോയി അല്ലേ? ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം മറന്നുപോയി. നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണ്, മനസ്സിലായില്ലേ? എൻ്റെ അവസ്ഥ അത് തന്നെയാണ്, ഒട്ടും വ്യത്യാസമില്ല. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളോട് പറയാൻ, നിങ്ങളുടെ സ്ഥാനത്ത് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഇതിലൊട്ടും ഭേദമല്ല. അപ്പൊ നമ്മളുടെ അവസ്ഥ മനസ്സിലായില്ല. അപ്പൊ നമ്മള് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ് ഭഗവത്ഗീത പറയുന്നത്. ഈശ്വര, ജീവ. ആരാണ് ഈശ്വരൻ? ആരാണ് ഈശ്വരൻ? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാജൻ ഗോവിന്ദ സഭ കേശവം പ്രതി ഗച്ഛതി എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു. പിന്നെ വേറൊരു ശ്ലോകം കണ്ടത്, ഏകോ ദേവം ദേവകി പുത്രദേവം. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അതാരാണ്? ദേവകിയുടെ പുത്രനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഏകോ ശാസ്ത്രം ദേവകി പുത്രഗീതം, ഏകോ മന്ത്രം തസ്യ നാമാനി യാനി. ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ, അദ്ദേഹത്തെ പറ്റിയുള്ള മന്ത്രം. പിന്നെ ഒരേ സേവയേ ഉള്ളൂ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മം. അതാണ് നമ്മൾ ഈ കർമ്മകാണ്ഡത്തിൽ കൂടെ ഇനി അടുത്ത അധ്യായം മുതൽ നമ്മൾ ശരിക്കും ഒരു കർമ്മ, ഈ 6 ചാപ്റ്റർ ശരിക്കും കർമ്മകാണ്ഡത്തിലുള്ള ചാപ്റ്ററുകളാണ്. അപ്പൊ അത് നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നിങ്ങളൊക്കെ ഇനി ഓർക്കുന്നുണ്ടോ ആവോ? എന്തൊക്കെയാ കാര്യം നമ്മള് ഭയങ്കര മറവിയാണ് നമുക്കല്ലേ എല്ലാവർക്കും. എന്റെ കാര്യം ഒട്ടും വ്യത്യസ്തമല്ല, എന്നാലും ഭയങ്കര മറവിയാണ്. നമ്മളൊന്ന് ഓർത്തിരിക്കും. നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം നടുവിലുള്ളത് എന്താണെന്നാണ് പറഞ്ഞത്? ഭക്തിയാണ്. എന്തുകൊണ്ടാണ് ഭക്തി നടുവിൽ വെച്ചിരിക്കുന്നത്? കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം. ആ ഭക്തി എന്തുകൊണ്ടാണ് നടുവിൽ വെച്ചിരിക്കുന്നത്? പ്രൊട്ടക്ഷന്. ഭക്തി നടുവിൽ വെച്ചിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള കാര്യം അതെപ്പോഴും നടുവിലാണ് ഇരിക്കുന്നത് അല്ലെ. മധുരമൊക്കെ വെച്ചിരിക്കുന്ന, നമ്മൾ അകത്തൊക്കെ കോഴിക്കോട്ട ഉണ്ടാക്കുമ്പോൾ മധുരം അകത്ത് വെച്ചിട്ടല്ലേ വെക്കുന്നത്. സാൻഡ്വിച്ച് വെക്കുമ്പോൾ അതിനുള്ളിലാ ക്രീം ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ, ബ്രെഡും ജാമും ഒക്കെ വെക്കുമ്പോൾ ഉള്ളിലാ ക്രീം ഇരിക്കുന്നത്. അതിന്റെ നല്ല ഭാഗം ഉള്ളിലാണല്ലോ ഇരിക്കുന്നത് അല്ലേ. അപ്പൊ 2 ഇതിലും പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് ഭക്തി അല്ലേ. വളരെ ഒതുക്കി വെച്ചിരിക്കുകയാണ് കാര്യം. ആ ഭക്തിയാണ് എല്ലാത്തിലും ഉപരി അല്ലേ. അപ്പൊ നമ്മള് എങ്ങനെ ഭക്തിയിലേക്ക് എത്തിച്ചേരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർമ്മയോഗത്തിൽ കൂടെ ഭഗവാന് വേണ്ടിയിട്ട് കർമ്മം ചെയ്തിട്ട് നമ്മൾ ഭക്തിയിലേക്ക് എത്തിച്ചേരണം. എന്നിട്ട് ഭക്തിയിൽ കൂടെ ജ്ഞാനം ആർജിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭഗവത്ഗീതയിലും ആ ഓർഡറിൽ തന്നെയാണ് പോയിരിക്കുന്നത്.
നമ്മൾ കർമ്മത്തിൽ കൂടെ ഭഗവാന് വേണ്ടിയുള്ള സേവ ചെയ്ത്, അതായത് എന്ത് കർമ്മം ചെയ്യുന്നത് ഭഗവാൻ സമർപ്പിച്ച് ചെയ്തിട്ട് ഭഗവാൻ മെർസി തോന്നി ഭഗവാൻ നമുക്ക് ഭക്തി തന്നിട്ട് ആ ഭക്തിയിൽ കൂടെ നമ്മൾ എന്താണ് ജ്ഞാനം ആർജിക്കണം. അല്ലാതെ ഭഗവാനെ മനസ്സിലാക്കാനോ ഭഗവാന്റെ തത്വം മനസ്സിലാക്കാനോ നമ്മൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകില്ല. ഭഗവാനെ പറ്റി മനസ്സിലാക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? അതായത് ഭഗവത്ഗീത മനസ്സിലാകണമെങ്കിൽ നമുക്ക് മിനിമം വേണ്ട, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു, ആർക്കാ പറയാൻ പറ്റുന്നേ? എല്ലാവരും മറന്നുപോയി. ഭയങ്കര മായയാണല്ലോ. ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന മനസ്സിൽ ആചാരപരം ഉള്ള ഒരു ഗുരുവിന്റെ മുഖത്ത് നിന്നും കേൾക്കണം. അർജുനന്റെ ഇരിക്കണം. നമ്മൾ അർജുനന്റെ ഭാവത്തോടു കൂടി അല്ല, വിദ്യാർത്ഥിയായിട്ടിരിക്കണം. അല്ല, നമ്മൾ അധ്യാപകൻ എന്നുള്ള ഭാവത്തിൽ അല്ല ഇരിക്കേണ്ടത്. നമ്മൾ ഏത് വലിയ പൊസിഷനിലുള്ള ആളായാലും, എത്രയൊക്കെ ഏത് വലിയ കുടുംബത്തിലുള്ള ആളായിരുന്നാലും, എത്ര IAS എത്ര ഡിഗ്രി ഉള്ള ആളായാലും ഒരു വിദ്യാർത്ഥിയുടെ ഭാവത്തിരിക്കണം. അല്ലാതെ എനിക്കിതെല്ലാം അറിയാം എന്നുള്ള ഭാവത്തിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനത്തെ ആ ഒരു ഭാവത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവത്ഗീത നമുക്ക് മനസ്സിലാകില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ കൊഴിഞ്ഞു പോകുന്നത്. നമ്മളുടെ ഭാവം എപ്പോഴും ഒരു വിദ്യാർത്ഥിയുടെ ഭാവമായിരിക്കണം. അപ്പം നമ്മൾ എന്താണ്, വിദ്യാർത്ഥി എങ്ങനെയാണ് ചോദിച്ച് മനസ്സിലാക്കും. നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകും. അപ്പം ഈ മറവി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, എല്ലാ ആഴ്ചയിലും നമ്മൾ ഒന്ന് ഈ ബുക്കിൽ നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ നമ്മളെ മായ പിടിച്ച് അതുകൊണ്ട് ഓരോ ആഴ്ചയിലും നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, ഏത് ശ്ലോകമാണ്, ആ ശ്ലോകമൊക്കെ ബൈഹർട്ട് ആക്കാനായിട്ട് നോക്കണം. നമ്മൾ നേരത്തെ ശ്ലോകം വായിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സമയക്കുറവായ കാരണം എല്ലാവരും ഒരുപാട് കംപ്ലൈന്റ് പറഞ്ഞ് സമയം കൂടി പോകുമെന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയായിരുന്നത്. പിന്നെ ഞാൻ എല്ലാവരും ഗ്രൂപ്പിൽ വായിച്ചിടാൻ പറഞ്ഞത് അത് നിർത്തി. അപ്പൊ നമ്മളപ്പോ മൂന്നാമത്തെ ശ്ലോകം വരെയാണോ എടുത്തല്ലേ? അല്ലേ? മൂന്നാമത്തെ ശ്ലോകം അല്ലേ എടുത്തേ? മറന്നുപോയോ അതും? 3 വരെ എടുത്തു പ്രഭു, 3 വരെ എടുത്തിട്ടുണ്ട്. അതടുത്ത 4. ഇനി അടുത്ത 4 അല്ലേ? 4, 5, 6 നമ്മൾ ഇന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ നോക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല. കാര്യം ഇന്നൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ. ഒരു യൂറോപ്യൻ ഡിവോട്ടി ആയിരുന്നു. യൂറോപ്യൻ ഡിവോട്ടിയാണ്. ഖത്തറിൽ എന്തോ ജോലി ആവശ്യത്തിനായിട്ട് വന്നതാണ്. അപ്പം അദ്ദേഹത്തിന് പ്രസാദമൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് ദുബായിലുള്ള ഒരു ഡിവോട്ടി എന്നെ വിളിച്ച്, ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വരും. ഇപ്പൊ അദ്ദേഹം പ്രസാദം കഴിച്ചിട്ട് ഇവിടുന്ന് പോയതേ ഉള്ളൂ. ഞാനൊന്നും നോക്കിയിട്ടില്ല. നമ്മളൊക്കെ ഒരേ കാറ്റഗറിയിലാണ്. നമ്മളെല്ലാവരും ഈ ശ്ലോകം ഒരുമിച്ച് നോക്കാം എന്താണെന്ന്. അപ്പൊ 4ാമത്തെ ശ്ലോകം. ജയോ രാധാ മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയോ രാധാ മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന യമുന തീരവനചാരി. ജയോ രാധാ മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാഭി സ്വപാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണ ലളിതാ ശ്രീ വിശാഖാനിതാം ച.
ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനി നമാചാര്യായ പദായ നിത്തായ കൃപാപ്രദായിനി ഗൗരകഥാ ദാമോദായ നഗരഗ്രാമതാരിണി. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 ശ്ലോകം 4. അത്ര ശൂരാ മഹേശ്വാസാ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥാം. അത്ര ശൂരോ മഹേശ്വാസാ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥാം. അത്ര ശൂരാ മഹേശ്വാസാ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥാം. ഹരേ കൃഷ്ണ. മാധവി രാധാ മാതാജി. ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ടോ? മാധവി രാധാ മാതാജി വായിച്ചിട്ട് കേൾക്കുന്നുണ്ട്. വായിച്ചോളൂ. വായിക്കട്ടെ. അത്ര ശൂരാ മഹേഷാസാ ഭീമാർജുന സമായുധി യുധാനോ വിരാടഞ്ച ദ്രുപദഞ്ച മഹാരഥാഃ. ഹരേ കൃഷ്ണ. സൗദ മാതാജി. ശരിയായ കുഴപ്പമില്ല. മാതാജി ആ മൈക്ക് ഓൺ ആക്കൂ. കേക്കത്തില്ല ഞങ്ങൾക്ക്. ആ റെഡ് കളർ കാണുന്നില്ലേ മൈക്കിന്റെ അവിടെ? ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി മാതാജി. ശരിയായി. വീണ്ടും പോയി. ഒറ്റ പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ ആയി. ഇപ്പൊ ഓക്കെ ആയി. ഇനി പറഞ്ഞു. അത്ര ശൂരാ മഹേശ്വാസാ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രമ മാതാജി. ഹരേ കൃഷ്ണ. അത്ര ശൂരാ മഹേശ്വാസാ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അത്ര ശൂരാ മഹേശ്വാസാ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാരതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ ഓം കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. അത്ര ശൂരാ മഹേശ്വാസാ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകനാല്. അത്ര ശൂരാ മഹേശ്വാസാ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് പത്മ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത്ര ശൂരാ മഹേശ്വാസാ ഭീമാർജുന സമായുധി
യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ. ഹരേ കൃഷ്ണ. വിലാസിനി മാതാജി. ഹരേ കൃഷ്ണ. അത്ര ശൂരാ മഹേശ്വാസാ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓമന മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ നോക്കാം. അത്ര ഇവിടെ യുദ്ധത്തിൽ ശൂര വീരന്മാരും ഭീമാർജുന്മാരോട് തുല്യരും മഹേശ്വാസ വില്ലാളികളുമായ യുയുധാനും വിരാടനും മഹാരഥ ദ്രുപദ മഹാരഥനായ ദ്രുപദനും. ശ്രീലപ്രഭുപാദരുടെ വിവർത്തനം. ജയ ശ്രീലപ്രഭുപാദർ. ഭീമാർജുനന്മാരോട് കിടനിൽക്കുന്ന യുയുധാനൻ, വിരാടൻ, ദ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട്. ഭാവാർത്ഥം. ജയ ശ്രീലപ്രഭുപാദ്. ആരാണ് വായിക്കുന്നത്? ഗീതാ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഭാവാർത്ഥം. ആയോധന കലയിൽ ദ്രോണാചാര്യർക്കുള്ള പാടവം ഓർക്കുമ്പോൾ ദൃഷ്ടദ്യുമ്നനെ ഒരു മികച്ച എതിരാളിയായി കരുതാനാകില്ല. എങ്കിലും പാണ്ഡവ സൈന്യത്തിൽ ഭയപ്പെടേണ്ടവരായി വേറെയും ചിലരുണ്ട്. ഭീമാർജുനന്മാരെ പോലെ ഭീഷണരാണ് അവരും. വിജയത്തിന്റെ വഴി വിലക്കുന്ന ആ പ്രതിയോഗികളെ ദുര്യോധനൻ എടുത്തു പറയുന്നു. ഭീമാർജുനന്മാരുടെ കരുത്തിനെ പറ്റി അദ്ദേഹം തികച്ചും ബോധവാനായിരിക്കുന്നതിനാലാണ് മറ്റു യോദ്ധാക്കളെ അവരുമായി താരതമ്യപ്പെടുത്തിയത്. ഹരേ കൃഷ്ണ. അപ്പം ഇവിടെ നമ്മുടെ സന്ദർഭം എവിടെ തൊട്ട് എവിടെ എങ്ങനെയാ വന്നത്? യുദ്ധം തുടങ്ങാനുള്ള സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ? യുദ്ധം തുടങ്ങാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. 3-4 കാരണങ്ങൾ ആർക്കെങ്കിലും പറയാമോ? ഈ യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. മാമഹ പാണ്ഡവാശൈവ, എന്റെ മക്കളും അതൊരു അർജുനന്റെ കാരണമാണ്. അതൊരു കാരണമാണ്. പിന്നെ പകുതി രാജ്യം ഭഗവാൻ ദൂതിന് പോയിട്ട് അത് സമ്മതിച്ചില്ല. അതായത് ഒരു തുണ്ട് ഭൂമി പോലും കൊടുക്കാനായിട്ട് തയ്യാറായില്ല. പിന്നെ എന്തൊക്കെ ചെയ്തു? കള്ളച്ചൂത് കളിച്ചു അല്ലെ? പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടത്തി. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം. പിന്നെ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലാൻ ശ്രമിച്ചു. ഭീമന് വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ എന്താ പറഞ്ഞ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ അത് എല്ലാം കൂടി അവസാനം യുദ്ധത്തിൽ ചെന്ന് കലാശിച്ചു. അപ്പം ഇത് ആരോടാണ് പറഞ്ഞത്? ഈ സംഭവങ്ങള്, കുരുക്ഷേത്ര യുദ്ധത്തിൽ നടക്കുന്ന സംഭവങ്ങൾ സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുന്ന രീതിയിലാണ് നമ്മളിത് കണ്ടതല്ലേ? അപ്പൊ ആ സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞപ്പോൾ അതിന്റെ ഉള്ളിൽ വേറൊരു സംഭവം വന്നു. അത് ആരോട് പറഞ്ഞാണ്? ദുര്യോധനൻ ദ്രോണരോട് പറഞ്ഞില്ലേ? ഹരിബോൾ. ഞാൻ അതാണ് പ്രതീക്ഷിച്ചത്. അപ്പൊ നിങ്ങളൊക്കെ കഴിഞ്ഞ ദിവസത്തെ ശ്ലോകങ്ങളൊക്കെ വായിച്ചു പോന്നെങ്കിൽ ഇതുപോലെ ആൻസർ ചെയ്യാമായിരുന്നു. മനസ്സിലായില്ലേ? ഓരോന്നിന്റെ ഉള്ളിൽ വേറെ 2 പേര് പറഞ്ഞായിട്ടാ പറഞ്ഞത്. നമ്മള് എവിടെ നിന്നിട്ടാ പറഞ്ഞു? വ്യാസദേവൻ ഗണപതിയോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങള് ധൃതരാഷ്ട്രനോട് സഞ്ജയൻ പറഞ്ഞു കൊടുത്തു. അതിന്റെ ഉള്ളിൽ വേറെ 2 പേര് വീണ്ടും സംസാരിക്കുന്നു. ആരാണ്? ദുര്യോധനൻ ആരോട് പറഞ്ഞു? ദ്രോണരോട് പറഞ്ഞു. ദ്രോണാചാര്യനോട് പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ദ്രോണാചാര്യനോട് ഇത് പറഞ്ഞു? എന്താണ് അതിന്റെ കാര്യം? അതിന്റെ റീസൺ എന്താണ് ഇങ്ങനെ ദ്രോണാചാര്യന്റെ അടുക്കൽ ചെന്ന് പറയാൻ കാര്യം? ദ്രോണരുടെ ശിഷ്യനാണ്. പഠിപ്പിച്ചു കൊടുത്തു. അർജുനൻ പ്രിയ ശിഷ്യനായതുകൊണ്ട് ഒരു വാത്സല്യ ഭാവം അർജുനന് കൂടെ തോന്നണ്ട. പിന്നെ ദൃഷ്ടദ്യുമ്നൻ ദ്രോണരുടെ സുഹൃത്തായ മകനാണ്. ദൃഷ്ടദ്യുമ്നൻ ശത്രുവാണെന്ന് അറിഞ്ഞിട്ടും കൂടി അവരുടെ മകനെ ആ ശിഷ്യനായി അംഗീകരിച്ചു ദ്രോണർ. അങ്ങനെയൊക്കെ ഉണ്ട്.
അപ്പോൾ ആ ഒരു, അതായത് ദ്രോണരുടെ ശിഷ്യന്മാരാണ് പാണ്ഡവരും കൗരവരും. അപ്പൊ ഇപ്പോൾ കൗരവരുടെ ഭാഗത്ത് നിൽക്കുന്നു എങ്കിലും ശിഷ്യന്മാരോട് പ്രിയ ശിഷ്യന്മാരാണ് പാണ്ഡവർ. അതിൽ അർജുനൻ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. അപ്പൊ അവരോടൊരു അറ്റാച്ച്മെന്റ് ഒരിക്കലും തോന്നരുത് യുദ്ധത്തിൽ. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ആ ഇളവും പാടില്ല എന്നുള്ള ഒരു സൂചനയാണ് കൊടുത്തത്. അങ്ങ് അവരോട് ഈ കാരുണ്യങ്ങളെല്ലാം കാണിച്ചിട്ട് എന്ത് ചെയ്തു? അവര് അങ്ങേക്ക് എതിർപക്ഷത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ അങ്ങേ വധിക്കാൻ വേണ്ടിയിട്ട് തന്നെ പഠിപ്പിച്ചു വിട്ട ഒരാൾ അപ്പൊ അവരുടെ സേനാധിപതിയായിട്ട് നിൽക്കുന്നു. ആര്? ദൃഷ്ടദ്യുമ്നൻ. ആ ദൃഷ്ടദ്യുമ്നന്റെ കഥ നമ്മൾ എങ്ങനെയാണ് കണ്ടത്? എങ്ങനെയാണ് ദൃഷ്ടദ്യുമ്നൻ വന്ന് നമ്മൾ ദ്രോണരെ പറ്റി കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. ആർക്കാണ് ഓർമ്മയുള്ളത്? എങ്ങനെയാണ് ദൃഷ്ടദ്യുമ്നൻ അത് ഒരു കുട്ടിക്കാല സുഹൃത്തുക്കളായിരുന്നു ദ്രോണരും ദ്രുപദനും. അപ്പോ ചെറിയ കുട്ടിയില് കഷ്ടം വരുമ്പോ എന്റെ അടുത്ത് വന്ന് പറഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് ദ്രോണർ മാതാജി ഇതേപോലെ 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു നമുക്കറിയാവുന്ന ബാല്യകാല സുഹൃത്തുക്കൾ. പിന്നീട് കണ്ടുമുട്ടിയപ്പോൾ എന്തായിരുന്നു ഇവര് കണ്ടുമുട്ടിയതായിരുന്നു? നമ്മളൊന്ന് ആലോചിച്ചു. നമ്മൾ ഇനി കുചേലൻ എന്ന് പറയരുത്. കൃഷ്ണാഭവത്തിൽ വന്നു കഴിഞ്ഞാൽ സുധാമ എന്ന് പറയണം കേട്ടോ. കുചേലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം മോശമായിട്ടുള്ള വസ്ത്രം ധരിച്ചവൻ ഭഗവാന്റെ ഭക്തരെ അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും മലയാളികൾക്ക് മനസ്സിലാകണമെങ്കിൽ കുചേലൻ എന്ന് പറയണം. കാര്യം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കുചേല വൃത്തം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുചേലൻ നമ്മൾ പറയാൻ പാടില്ല. അദ്ദേഹത്തിന്, അതായത് ഈ വസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? വാസാംസി ജീർണാനി എന്ന് പറയുന്ന ആ ശ്ലോകം ഇനി വരുമ്പോൾ നമുക്കറിയാം. ഇത് നമ്മൾ ഒരു ഉടുപ്പ് മാറി മറ്റൊരു ഉടുപ്പിടുന്ന പോലെ ദേഹി ഒരു ശരീരം വിട്ടിട്ട് വേറൊരു ശരീരം സ്വീകരിക്കുന്നു. അതുപോലെ അപ്പൊ ഈ മോശമായ വസ്ത്രമാണോ കാണേണ്ടത്? അദ്ദേഹത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആ ആത്മാവിനെയല്ലേ നമ്മൾ കാണേണ്ടത്. അതിനെന്തെങ്കിലും മാലിന്യം ഉണ്ടോ? ഇല്ല. ഭഗവാന്റെ പരമഭക്തനാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഭഗവാനെ പറ്റി എത്ര കള്ളനെന്നോ കൊള്ളക്കാരെന്നോ കൊലപാതകി എന്നൊക്കെ വിളിച്ചു, ഭഗവാൻ ഒരു കുഴപ്പമില്ല. ഭഗവാൻ അത് ആസ്വദിക്കുകയുള്ളൂ. കാര്യം നമ്മളെല്ലാം ഭഗവാന്റെ മക്കളായതുകൊണ്ട്. പക്ഷെ ഭഗവാന്റെ ഭക്തനെ തൊട്ട് കളിച്ചാൽ ഭഗവാന് സഹിക്കില്ല. അതുകൊണ്ട് മാതാജി സൂക്ഷിച്ചോളൂ. അപ്പം ഭഗവാന്റെ ഭക്തരെ നമ്മൾ ഭഗവാനെ കാണുന്നതിനേക്കാളും ഉയർന്ന രീതിയിൽ കാണണം ഭഗവാന്റെ ഭക്തന്മാരെ. അതാണ് ഭഗവാൻ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ സുധാമയും കൃഷ്ണനും ഇതേപോലെ സുഹൃത്തുക്കളായിരുന്നു, ബാല്യകാല സുഹൃത്തുക്കൾ. അവർ രണ്ടുപേരും പിന്നെ കണ്ടുമുട്ടിയപ്പോഴോ എന്തായിരുന്നു? ഇനി മാതാജി കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പൊ ഇതൊന്ന് കമ്പയർ ചെയ്യാനായിട്ടാ ഞാൻ പറഞ്ഞത്. കൃഷ്ണ അപ്പൊ ദ്രോണർ പിന്നീട് ഇതായിട്ട് ദ്രുപദന്റെ അടുത്ത് പോയിട്ട് വളരെ ദാരിദ്ര്യം അനുഭവപ്പെട്ടപ്പോൾ, ജീവിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ വന്നപ്പോ അപ്പൊ ദ്രോണർ പോയി സഹായം അഭ്യർത്ഥിച്ചു. അപ്പൊ ദ്രുപദർ നമ്മള് സമാനമായിട്ടുള്ള ആൾക്കാർ തമ്മിൽ എപ്പോഴും സ്നേഹബന്ധം ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട് ഒരു അപമാനമായ രീതിയിൽ ദ്രോണരെ പറഞ്ഞു വിട്ടു. അപ്പൊ ആ ദ്രോണർക്ക് അത്രയും ദേഷ്യം തോന്നിയിട്ട് ആദ്യം കൗരവ സൈന്യത്തെ അയച്ചു ദ്രുപദനോട് പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. അവരെല്ലാം തോറ്റു വന്നു. പിന്നെ അവസാനം അർജുനനെ അയച്ചു. അർജുനൻ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് എന്നാലും പിന്നെ അതിനുശേഷം ദ്രോണർ ദ്രുപദനെ വിട്ടയച്ചു. പക്ഷെ ആ ദ്രുപദന്റെ ഉള്ളിലുള്ള ആ ഒരു കോപം കൊണ്ട് യജ്ഞത്തിൽ നിന്ന് 2 ആണ് ആ ദ്രോണരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു യജ്ഞത്തിന് വന്നതാണ്. ഒരു പുത്രനുണ്ടായി. പുത്രിയാണ് വിധിച്ചത്. വിധിവശാൽ പുത്രിയായിരുന്നു. പക്ഷെ പുത്രിയെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പുത്രനെ സ്വീകരിച്ചു. പുത്രനെ സ്വീകരിച്ച് ആ പുത്രന് ദൃഷ്ടദ്യുമ്നൻ എന്ന് പേരിട്ടു. അത് കഴിഞ്ഞിട്ട് വിധിച്ച വണ്ണമുള്ള പുത്രി പുറത്തു വന്നതാണ് ദ്രൗപദി. അതിന് കഴിഞ്ഞ് ശിഖണ്ഡിയും വന്നു. അല്ല, ശിഖണ്ഡി അതിന് മുൻപേ ഉണ്ടായതാണ്. യജ്ഞത്തിൽ ശിഖണ്ഡിയാണ് ഇവരുടെ അതിനു മുമ്പ് ഉണ്ടായതാണോ? ആദ്യം ശിഖണ്ഡിയാണ് മൂത്തത്. അതിനുശേഷം അതെ, അമ്പയാണ് ശിഖണ്ഡിയായിട്ട് അവതരിച്ചത്. അതെ അതെ. അപ്പൊ അങ്ങനെ ആ ദ്രോണാചാര്യരോട് ഈ പറയുന്ന ദുര്യോധനൻ ചെന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് പറഞ്ഞ ശ്ലോകത്തില് എന്തായിരുന്നു നമ്മൾ കണ്ടത്? അവിടെ കൂടിയിരിക്കുന്ന ഭീമാർജുനന്മാരോട് കിട നിൽക്കുന്ന യുയുധാനൻ, വിരാടൻ, ദ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട് എന്ന് സൂചിപ്പിക്കുവാണ്. കാര്യം അവരൊന്നും അത്ര നിസ്സാരക്കാരല്ല. അപ്പൊ ഒരു ചെറിയ ഭയം ഇദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിട്ടല്ലേ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് അല്ലേ? ഒരു ചെറിയ ഭയമുണ്ട് അവര് ജയിക്കുമോ. കാര്യം ഭീമാർജുനന്മാരെന്ന് പറയുന്നുണ്ട്. ഭീമനെ അർജുനനെയും കിട നിൽക്കാൻ പറ്റിയ ആൾക്കാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിരളമാണ്. അവരത്രയ്ക്ക് പേര് കേട്ട ആൾക്കാരാണ്. അതായത് ഈ കൗരവർക്കും
ഇവരുടെ ആ ഒരു സാമർഥ്യം തെളിഞ്ഞിട്ടുണ്ട്, കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആണ് പറയുന്നത് ഭീമാർജന്മാരോട് കിട നിൽക്കുന്ന യുയുധാനൻ, അതുപോലെ തന്നെ വിരാടൻ, ദ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട്. ഈ യുയുധാനൻ എന്ന് പറയുന്നത് സാത്വികി എന്ന് പറയും, വൃഷ്ണി വംശത്തിൽ പിറന്നാണ്, കൃഷ്ണന്റെ ഭക്തനും അതുപോലെ തന്നെ അർജുനന്റെ സുഹൃത്തുമാണ്, ദ്രോണരുടെ ശിഷ്യനുമാണ്. സത്യകന്റെ മകനായതുകൊണ്ടാണ് സാത്വികി എന്നുള്ള പേര് കിട്ടിയത്. പിന്നെ അപ്പൊ അങ്ങനെ ആ യുയുധാൻ എന്ന് പറയുന്ന ആളുണ്ട്. പിന്നെ ആരൊക്കെയാണ്? വിരാടൻ. ആരാണ് വിരാട രാജാവ്? അജ്ഞാതവാസത്തിൽ പാണ്ഡവരെ പാണ്ഡവരെ സഹായിച്ച അജ്ഞാതവാസത്തിൽ പാണ്ഡവരെ സഹായിച്ച രാജാവാണ് വിരാട രാജാവ്. അവിടെ ഭീമൻ ആരായിട്ടായിരുന്നു അജ്ഞാതവാസം നയിച്ചത്? അവിടെ പാചകശാലയിൽ പാചകക്കാരനായിട്ട്. പിന്നെ അർജുനനോ? ബൃഹന്ദള എന്ന നർത്തകിയായിട്ട്. ആരെയൊക്കെയാണ് അർജുനൻ നൃത്തം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ഉത്തരെ, അതായത് വിരാട രാജാവിന്റെ മകളായ ഉത്തരയാണ് നൃത്തം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം അലങ്കരിച്ചിരുന്ന ആരായിരുന്നു? ധർമ്മപുത്രർ. പിന്നെ നകുലിന് സഹദേവന് എന്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്? കുതിരക്കാരും പശു. ഒരാള് കുതിരക്കാരൻ, നകുലൻ എന്താണ് കുതിരക്കാരനായിട്ടും, പിന്നെ സഹദേവൻ പശുക്കളെ നോക്കുന്ന ആളായിട്ടും അല്ലേ? പശുക്കളെ തീറ്റാൻ. അപ്പൊ ഇവരിവിടെ ഉണ്ടെന്ന് എങ്ങനെയാണ് അവർക്ക് മനസ്സിലായത്? ഒരു യുദ്ധത്തില് കീചകനെ ഭീമൻ കൊന്നില്ലേ? ഭീമൻ കീചകനെ കൊന്നു. അപ്പൊ ചട്ടത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. അപ്പൊ അവരവിടെ തന്നെ ഉണ്ടെന്ന് വിചാരിച്ചു. കീചകൻ ആരായിരുന്നു? ഈ കീചകൻ ആരായിരുന്നു? വിരാട രാജാവിന്റെ വിരാട രാജാവിന്റെ ഭാര്യയുടെ ആങ്ങളയായിരുന്നു കീചകൻ. അപ്പൊ ഈ കീചകന് പാഞ്ചാലി അവിടുത്തെ ഒരു തോഴിയായിട്ടാണ്, സൈരന്ധ്രി ആയിട്ടായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പാഞ്ചാലിയിൽ ആഗ്രഹം തോന്നി സമയത്താണ് ഭീമൻ വന്ന് കൊന്നത്. അപ്പൊ ആ സമയത്ത് കൗരവർ അവിടെ അന്വേഷിച്ചെത്തിയിരുന്നു. കൗരവർക്ക് സംശയം തോന്നാനുള്ള കാരണം എന്തായിരുന്നു? ഇവരിവിടെ ആയിരിക്കാമെന്ന്. ഒരു യുദ്ധം ഉണ്ടായിരുന്നു. യുദ്ധത്തില് വിരാട രാജാവിന്റെ മകന്റെ പശുക്കളെയൊക്കെ അപഹരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നോക്കിയപ്പോ പിന്നെ പാണ്ഡവര് രംഗത്തിറങ്ങി അവരെയൊക്കെ തോൽപ്പിച്ചോടിച്ചു. അപ്പം പറയും അവരെ തോൽപ്പിച്ചോടിക്കാൻ കഴിയുമ്പോൾ പാണ്ഡവർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പാണ്ഡവർ അവിടെ തന്നെ ഉണ്ടാവുള്ളൂ. അതുപോലെ വേറൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇവര് ഭൂപടം അന്നും ഉണ്ടായിരുന്നു. ഭൂപടം വെച്ച് നോക്കുകയാണ് ഇവർ എവിടെ ഇരിക്കാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ശകുനി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ രാജ്യത്തെ പറ്റിയും പറയുമ്പോൾ അവിടെ ഇരിക്കാൻ സാധ്യതയില്ല, ഇത് അവരുമായിട്ട് ശത്രുക്കളാണ് എന്നിങ്ങനെ പറഞ്ഞു പോരുമ്പോഴത്തേക്കും വിരാട രാജ്യം കണ്ടു. വിരാട രാജ്യം. അപ്പൊ ഈ വിരാട രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഈ വിരാട രാജ്യമാണല്ലോ ഇപ്പോൾ പ്രശസ്തമായിട്ടിരിക്കുന്നത്. കാര്യം അവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അതുപോലെ തന്നെ എന്താ പറഞ്ഞ കള്ളമില്ല, ചതിവില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതിന്റെ കാരണം എന്തായിരിക്കും? ധർമ്മപുത്രൻ അല്ലെങ്കിൽ യുധിഷ്ഠിരനാണ് മന്ത്രിയായിട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാർ ഈ നൃത്തത്തിൽ ഭയങ്കര വലിയ പ്രഗത്ഭരായി വരുന്നു. പല രാജസദസ്സിലൊക്കെ പോയി നൃത്തം ചെയ്യുന്നു. കാര്യം എന്താണ്? അർജുനനാണ് ട്രെയിനർ. പിന്നെന്താണ്? അർജുന അത് കിട്ടാനുള്ള കാര്യം എന്താ? ആരുടെ ശാപമാണ്? ഉർവശി ശാപം ഉപകാരമായിരുന്നു. അജ്ഞാതവാസകാലത്ത് 1 വർഷക്കാലത്ത് അർജുനന് ഒരു സ്ത്രീയായി മാറി. പിന്നെ എന്താണ്? പിന്നെ അടുത്ത എന്താണ്? ഏറ്റവും കൂടുതൽ ഗോരക്ഷ നടത്തിയിട്ട് പാൽ വിൽപ്പന നടത്തുന്നത് വിരാട രാജ്യത്തു നിന്നാണ്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? ഏറ്റവും നല്ല കുതിരകളും പന്തയ കുതിരകളും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും സപ്ലൈ ചെയ്യുന്നത്, ട്രെയിൻ ചെയ്ത കുതിരകളെ സപ്ലൈ ചെയ്യുന്ന ഇവിടെ നിന്ന് വിരാട രാജ്യത്ത്. അപ്പോഴത്തേനും ശകുനിയുടെ ആ ഒരു പൂർണ്ണ ബുദ്ധിയിൽ മനസ്സിലായി ഇവര് ഇവിടെ തന്നെ ഉണ്ടെന്ന്. അതായത് ഈ പഞ്ചപാണ്ഡവർ ഒരുമിച്ച് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു രാജ്യത്തിന് ഇത്രയും മാത്രം കീർത്തി ഉണ്ടാകാൻ കാര്യം എന്ന് മനസ്സിലാക്കി. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന കീചകൻ ഇവരുമായിട്ട് ഒത്തുകൂടി. കീചകൻ ഒത്തുകൂടിയിട്ട് കീചകൻ
ഇത് ഞാൻ ഇന്ന് പൊളിച്ചു തരാമെന്നും പറഞ്ഞിട്ടാണ് ദ്രൗപദിയുടെ അടുക്കൽ ചെന്ന് നീ ദ്രൗപദി അല്ലേ എന്ന് ചോദിക്കുന്നു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ദ്രൗപദി ഈ വിവരം വളരെ രഹസ്യമായിട്ട് ഭീമാർജുനന്മാരെയൊക്കെ അറിയിച്ച് അവരൊക്കെ വന്ന് വളരെ ഒരുപാട് സൗണ്ടൊക്കെ പുറപ്പെടുവിച്ചിട്ട് മറ്റാരും അറിയാത്ത രീതിയിൽ പശുക്കളുടെയൊക്കെ സൗണ്ടൊക്കെ, പശുക്കളെ ഒരു പ്രത്യേക രീതിയിൽ ശബ്ദം ഉണ്ടാക്കി അവരെല്ലാം കിടന്ന് കരയും. കുതിരകള് ഒരു പ്രത്യേക രീതിയിൽ ശബ്ദം മുഴക്കി. അങ്ങനെ ഇവരെല്ലാരും ശബ്ദം ഉണ്ടാക്കി. ആ ശബ്ദത്തിനിടയ്ക്ക് കീചകനെ വധിച്ചു. അപ്പം അങ്ങനെ അജ്ഞാതവാസം പൂർത്തിയാക്കി. പിന്നെ അവർ ആ യുദ്ധമൊക്കെ തുടങ്ങി. ഇവര് ഈ രാജ്യത്തെ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്ത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അജ്ഞാതവാസം പൊളിഞ്ഞത്. പക്ഷെ അവരത് അംഗീകരിച്ചില്ല, അവരവര്. അങ്ങനെയാണ് പിന്നീട് യുദ്ധത്തിനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ രാജ്യം തിരിച്ചു കൊടുക്കണ്ടായല്ലേ, അതായത് 13 വർഷം വിജയകരമായിട്ട് 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസം കഴിച്ച് വിജയകരമായിട്ട് വന്നു കഴിഞ്ഞാൽ രാജ്യം തിരിച്ചു കൊടുക്കാന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു സംഭവം ഇവർ അംഗീകരിച്ചിട്ടില്ല. കാര്യം സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന ഉത്തരൻ എന്ന് പറയുന്ന വിരാട രാജാവിന്റെ മകനെ രക്ഷിക്കാനായിട്ട് അർജുനൻ ബൃഹന്തളയായിട്ട് ഇരിക്കുകയായിരുന്നു കൂടെ. അത് ശരിക്കും അർജുനനാണെന്ന് മനസ്സിലായത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ്. അപ്പം എന്ന് പറഞ്ഞ് എന്നിട്ടും അവരത് അംഗീകരിച്ചില്ല. സൂര്യൻ തൽക്കാലത്തേക്ക് മറഞ്ഞു എന്ന് വെച്ചിട്ട് അസ്തമനല്ല അതെന്നും പറഞ്ഞിട്ടാണ് അവരത് അതിന് വേണ്ടിയിട്ട് വാശി പിടിച്ചത്. അങ്ങനെ അവിടെ വെച്ചിട്ട് യുദ്ധം ഉണ്ടായി. പിന്നെ ആ യുദ്ധം അവിടെ ഭീഷ്മരും എല്ലാവരും കൂടി അവസാനിപ്പിച്ചിട്ട് പിന്നീട് എന്താ പറയുന്നത്, അത് ശരിക്കും ഔപചാരികമായിട്ടുള്ള യുദ്ധത്തിലേക്കുള്ള ദൂത് വിടുന്നതും ഒക്കെയുള്ള അങ്ങനെ സംഭവങ്ങളാണ് പിന്നീട് നടന്നത്. അപ്പം നമ്മളിവിടെ കണ്ടത് അങ്ങനത്തെ യുയുധാനെ കണ്ടു, വിരാടനെ കണ്ടു. പിന്നെ ആരാണ്? ദ്രുപദൻ ആരാണ്? ദ്രൗപദിയുടെ അച്ഛൻ. ഈ ദ്രൗപദിയുടെ അച്ഛന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒരുപാട് വേറെ സിദ്ധികളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ യജ്ഞകുണ്ഡത്തിൽ നിന്നാണ് ദ്രൗപദിയും ദൃഷ്ടദ്യുമ്നും പുറത്തു വന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 4 പേരായിട്ട് ഒരേ സമയം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. അങ്ങനെ അർജുനൻ അത് ഭഗവാന്റെ ആ ഒരു കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അർജുനൻ ഇദ്ദേഹത്തെ തിളയ്ക്കാൻ നോക്കും. കാര്യം ചക്രവ്യൂഹമായിരുന്നു അദ്ദേഹം തീർത്ത്. ഈ ചക്രവ്യൂഹം എല്ലാ അർജുനനും പഞ്ചപാണ്ഡവരും ഭേദിച്ച് ദ്രുപദനെ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ദ്രുപദൻ 4ആയിട്ട് എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ ഇതിലെ ശരിക്കുള്ള രൂപത്തെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ മറ്റേ രൂപം ആക്രമിച്ചിട്ട് കീഴ്പ്പെടുത്തും. അപ്പൊ അങ്ങനെ ഒരു സംഭവം വന്നപ്പോ ഭഗവാൻ ഒരിക്കലും ഒരു മോതിരം ഇട്ട് കൊടുത്തിരുന്നു, 4 കല്ലുകളുള്ളത്. അപ്പൊ അതിലെ ഒറിജിനലും ബാക്കിയുള്ളത് ഇതും കണ്ടുപിടിക്കാനായിട്ട് അർജുനന് പെട്ടെന്ന് ഭഗവാൻ ഒരു ബുദ്ധി തോന്നിച്ചു കൊടുത്തു. അങ്ങനെ ഒറിജിനൽ ഏതാണ് നിഴൽ ഏതാണെന്ന് മനസ്സിലാക്കി അർജുനൻ കൃത്യമായിട്ട് പ്രയോഗിച്ച് അങ്ങനെ ദ്രുപദനെ വീഴ്ത്തി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ദ്രോണരുടെ അടുക്കൽ കൊണ്ട് കാഴ്ചവെക്കുന്നു, ഗുരുദക്ഷിണയായിട്ട് കൊടുക്കുന്നതൊക്കെ കണ്ടത്. അപ്പൊ മഹാഭാരതം കണ്ടിട്ടുള്ളവർക്കൊക്കെ ഇതൊക്കെ അറിയാം അല്ലേ? വളരെ വലിയ കഥയാണ് മഹാഭാരതം. കേൾക്കാനും കാണാനും പറ്റുന്നവരൊക്കെ അത് കാണണം. ഗദ്യമുള്ളവരൊക്കെ വായിക്കണം. ഒരുപാട് കഥകളുണ്ട്. അതില്ലാത്തത് വേറൊന്നും ഇല്ല ലോകത്ത്. അങ്ങനത്തെ ഒരു വലിയ ബൃഹത്തായ ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെയുള്ള വില്ലാളി വീരന്മാര് ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് നിൽക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് അങ്ങ് എന്താ പറയുക, വളരെ കെയർഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ വേറെ യാതൊരു തരത്തിലുള്ള അങ്ങയുടെ മനസ്സിനൊരു ചാഞ്ചല്യം ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ള ആ ഒരു വസ്തുതയാണ് വ്യക്തമാക്കി കൊടുക്കുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഈ യുയുധാനൻ ആരാണ്? അതൊന്നും മനസ്സിലായില്ല. യുയുധാനൻ എന്ന് പറയുന്ന ആള് ഈ പറയുന്ന സാത്വികി എന്ന് പറഞ്ഞ ഞാൻ പറയല്ലേ, വൃഷ്ണി വംശത്തിൽ, അതായത് ശ്രീകൃഷ്ണന്റെ ഒരു ഭക്തനുമാണ്, അർജുനന്റെ സുഹൃത്തുമാണ്, ദ്രോണരുടെ ശിഷ്യനുമാണ് യുയുധാനൻ. ഇത്രേ എനിക്ക് അറിയത്തുള്ളൂ. ബാക്കി അദ്ദേഹത്തെ പറ്റിയുള്ള സ്റ്റോറീസ് ഒന്നും അതേ അറിയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി അടുത്ത് വരുന്നുണ്ട് 2-3 പേര്. ഞാൻ അവരെ പറ്റി ഒന്നും പ്രത്യേകം എടുത്ത് നോക്കാൻ പറ്റിയിട്ടില്ല. നമ്മള് വളരെ ചുരുങ്ങിയേ കേട്ടിട്ടുള്ളൂ. അത് നമുക്ക് നോക്കാം. അതിലറിയാവുന്ന ആൾക്കാരുടെ ആരെങ്കിലും നമുക്ക് പറയാം. കുറച്ച് പേരെല്ലാം പുതിയതാണ്, നമ്മൾ പലരും കേട്ടിട്ടില്ലാത്തവരാണ്. അടുത്ത 5-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ദൃഷ്ടകേതുശ്ചേകിതാനാം കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവാൻ. ദൃഷ്ടകേതുശ്ചേകിതാനാ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവാൻ. ദൃഷ്ടകേതുശ്ചേകിതാനാ കാശിരാജശ്ച വീര്യവാൻ
പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവാം. ഹരേ കൃഷ്ണ. ശാന്തകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഫിബി മാതാജി. കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവാം. ഹരേ കൃഷ്ണ. ത്രിഭുവന കൃഷ്ണദാസ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവാൻ. ഹരേ കൃഷ്ണ ഹരേ പ്രഭു. കൃഷ്ണ. ഒരുപാടായല്ലോ കണ്ടിട്ട് ഹരേ കൃഷ്ണ. പ്രഭുവിനെ. സന്തോഷം പ്രഭുവിനെ കാണാൻ പറ്റിയതില്ല. എന്തുകൊണ്ട് ഈ പ്രഭു സമയത്ത് വിശേഷങ്ങളൊക്കെ? മിക്കവാറും ഈ ടൈമിന് ജോലി കഴിഞ്ഞ് എത്തില്ല, അതാ കാണാൻ ബുദ്ധിമുട്ടാണ്. അതെല്ലേ. ആഹാ. ലേറ്റ് ആവും വരാൻ, അതാ. എന്ത് പോകുന്നു പ്രഭു? എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? സുഖായിരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഇവിടെ ഒന്ന് രണ്ട് രഥയാത്രയൊക്കെ നടന്നു. അതിൽ ആ പ്രഭുവൊക്കെ വന്നിട്ടായിരുന്നു. അവിടെ നിങ്ങളുടെ ഏറ്റുമാനൂർ എന്നുള്ള അല്ലേ മധുപ്രഭു ഒക്കെ? അതെ. മധുപ്രഭു വീട്ടിൽ നിന്ന് മാതാജി ഒക്കെ ഉണ്ടായിരുന്നു. മാതാജി മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രഭു കണ്ടില്ലായിരുന്നോ? അവരും ഉണ്ടായിരുന്നു കൂടെ? ഇല്ല, അവരെ എല്ലാവരും കണ്ടില്ല. മധുപ്രഭുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. മറ്റേ ഇവിടുത്തെ എന്നാ സൗത്ത് വൃന്ദാവനം. ഹരേ കൃഷ്ണ. അടുത്തത് കൃഷ്ണകുമാരി മാതാജി. കാശിരാജശ്ച വീരവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. ഹരേ കൃഷ്ണ. രമാ മാതാജി. ഹരേ കൃഷ്ണ. ദൃഷ്ടകേതുച്ഛേകിതാന കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാധവി രാധാ മാതാജി. ദൃഷ്ടകേതുച്ഛേകിതാനാഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്കിതിന്റെ പദാനുപദ തർജ്ജമ നോക്കാം. ദൃഷ്ടകേതുവും ചേകിതാനനും വീര്യവാനായ കാശിരാജാവും പുരുജിത്തും കുന്തിഭോജനും നരപുംഗവനായ ശൈബ്യനും. ദൃഷ്ടകേതു, ചേകിതാനൻ, കാശിരാജാവ്, പുരുജിത്ത്, കുന്തിഭോജൻ, ശൈബ്യൻ എന്നീ വീരന്മാരായ യോദ്ധാക്കളും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അപ്പം ഇതിലെ കുറച്ച് രാജാക്കന്മാരുടെ പേര് പറയുവാണ്. ദൃഷ്ടകേതു എന്ന് പറയുന്ന ആർക്കെങ്കിലും അറിയാവോ ദൃഷ്ടകേതു ആരാണെന്ന്? അതായത് പാണ്ഡവരുടെ ഒരു ആർമി ജനറൽ ആയിരുന്നു ദൃഷ്ടകേതു. അതുപോലെ തന്നെ ദൃഷ്ടകേതുവിന്റെ മകനാണ് ചേകിതാനൻ. പിന്നെ അടുത്തത് ഇവരൊക്കെ ദ്വാരകയിൽ നിന്ന് വന്നതാണ്. ഈ ചേകിതാനനെ ആര് വധിച്ചു? ദുര്യോധനാണ് അവസാന ദിവസം വധിച്ചത്. അപ്പൊ ഇത്രയും അവരെ പറ്റി വിവരം അറിയുള്ളൂ. ദൃഷ്ടകേതു ഉണ്ട്, പിന്നെ അതാണ് ചേകിതാനനുണ്ട്, കാശിരാജാവുണ്ട്. കാശിരാജാവിനെ പറ്റി നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. അംബിക അംബാലികയുടെ അച്ഛനാണ് കാശിരാജാവ്. അംബിക കാശിരാജാവ്. പിന്നെ പുരുജിത്ത് എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹത്തെ പറ്റിയും ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തില്ല. കുന്തിഭോജനെ അറിയാമല്ലോ. ആരാണ് കുന്തിഭോജൻ? കുന്തിദേവിയുടെ അച്ഛൻ അല്ലേ? കുന്തിഭോജൻ രാജാവ് എടുത്തു വളർത്തിയതാണ് കുന്തിദേവിയെ, വളർത്തച്ഛനാണ്. അപ്പൊ ഈ കുന്തിദേവി ശരിക്കും ആരുടെ പെങ്ങളായിരുന്നു? വസുദേവരുടെ പെങ്ങളാണ്. അപ്പൊ വസുദേവരുടെ പെങ്ങളെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തായ കുന്തിഭോജന് കുട്ടികൾ ഉണ്ടാകാതിരുന്ന സമയത്ത് ഇദ്ദേഹം കൊടുത്തതാണ്. അങ്ങനെ ദത്തുപുത്രിയാണ് കുന്തി മഹാറാണി. അപ്പൊ അങ്ങനെ ഉള്ള കുന്തിഭോജനും
നരപുങ്കവനായ ശൈബ്യൻ എന്ന് പറഞ്ഞ രാജാവുണ്ട്. അദ്ദേഹത്തെ പറ്റി എനിക്ക് കാര്യമായിട്ട് അറിയില്ല. അപ്പൊ ദൃഷ്ടകേതു, ചേകിതാനൻ, കാശി രാജാവ്, പുരുജിത്ത്, കുന്തിഭോജൻ, ശൈബ്യൻ എന്നീ വീരന്മാരായ യോദ്ധാക്കളും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഇനി അടുത്തത് 6-ാമത്തെ ശ്ലോകം. യുധാമന്യശ്ചു വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദോ യാശ്ച സർവ ഏവ മഹാരഥാൻ. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാൻ. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി വായിക്കുന്നത് രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമോജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാരതി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 6. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുജന മാതാജി. യുധാമനുഞ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥഃ. ഹരേ കൃഷ്ണ. സൗദ മാതാജി. മാതാജി കാണുന്നില്ല. ഹരേ കൃഷ്ണ. ഗീത മാതാജി. ഹരേ കൃഷ്ണ. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. അടുത്തത് ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. വിക്രാന്ത വിക്രമിയായ, യുധാമന്യുശ്ച യുധാമന്യുവും, ഉത്തമൗജാശ്ച ഉത്തമൗജസും, സൗഭദ്ര സുഭദ്രാപുത്രനും, ദ്രൗപദേയ ച ദ്രൗപദി പുത്രന്മാരും, സർവ ഏവച്ച എല്ലാവരും, മഹാരഥ മഹാരഥന്മാരാകുന്നു. കൂടാതെ പരാക്രമിയായ യുധാമന്യു, ബലവാനായ ഉത്തമൗജസ്, സുഭദ്രാപുത്രൻ, ദ്രൗപദിയുടെ മക്കൾ എന്നിവരും യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. ഇവരെല്ലാവരും മഹാരഥന്മാർ തന്നെയാണ്. അപ്പം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല അവിടെ നിൽക്കുന്നത്. എന്താണ് മുമ്പേ നേരത്തെ പറഞ്ഞ ദൃഷ്ടകേതുവും കാശിരാജാവും ശൈബ്യനും അങ്ങനെയൊക്കെയുള്ളവരെ കൂടാതെ എന്താണ് യുധാമന്യുണ്ട്, ബലവാനായ ഉത്തമൗജസ് ഉണ്ട്, സുഭദ്രാപുത്രനായ ആരാണ് സുഭദ്രാപുത്രൻ? ആരാണ് അഭിമന്യു. സുഭദ്രാപുത്രൻ. അതെ അതെ, അഭിമന്യു. അങ്ങനെ ദ്രൗപദിയുടെ മക്കൾ എന്നിവരും യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. എല്ലാവരും മഹാരഥന്മാർ തന്നെയാണ്. ഇതിലെ സുഭദ്രാപുത്രനായ അഭിമന്യു, സുഭദ്ര ആരായിരുന്നു? ഭഗവാന്റെ സഹോദരി. ഭഗവാന്റെ സഹോദരി എന്ന് പറയുമ്പോൾ സുഭദ്രയുടെ അച്ഛനും അമ്മയും ആരായിരുന്നു? രോഹിണി. വസുദേവരുടെ രോഹിണിയുടെയും അതായത് ബലരാമന്റെ സഹോദരിയാണ് സുഭദ്ര. അപ്പൊ ഭഗവാന്റെ സഹോദരി തന്നെയാണ് സുഭദ്ര. അപ്പൊ ആ സുഭദ്രാപുത്രനായ, അപ്പൊ സുഭദ്രയെ ആർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു? മുറച്ചെറുക്കനായിട്ടുള്ള അർജുനന് തന്നെ വിവാഹം കഴിച്ചു കൊടുത്തു. ദുര്യോധനൻ കല്യാണം കഴിക്കാനായിട്ടൊക്കെ ചെന്നതാണ്. അപ്പൊ അവിടെ നിന്ന് അപമാനതയായി പോകേണ്ടി വന്നു.
അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ഇച്ഛ എന്ന് പറഞ്ഞാൽ അർജുനനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതായിരുന്നു. സുഭദ്രയുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു. അങ്ങനെ അർജുനനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അതിലുണ്ടായ പുത്രനാണ് അഭിമന്യു. അഭിമന്യു അഭിമന്യു എങ്ങനെയാണ് ചക്രവ്യൂഹത്തിലേക്ക് കയറാനായിട്ടുള്ള വിദ്യ പഠിച്ചത്? എങ്ങനെയാണ് അതിൽ നിന്ന് ഇറങ്ങാനുള്ള കാര്യം മറന്നുപോയത് എന്നാർക്കാ പറയാൻ പറ്റുന്നത്? സുഭദ്രയുടെ വയറ്റിൽ കിടക്കുമ്പോ ഭഗവാൻ പറഞ്ഞു കൊടുക്കുമ്പോ വെറുതെയായിരുന്നു. തിരിച്ചു വരുന്നത് കേട്ടില്ല. അർജുനൻ ചക്രവ്യൂഹം നിർമ്മിക്കുന്നതിനെ പറ്റി പറഞ്ഞു. നിർമ്മിച്ച് അതിന്റെ ഉള്ളിൽ കിടക്കുന്നതേ പറഞ്ഞുള്ളൂ. അപ്പോഴേക്ക് സുഭദ്ര ഇറങ്ങിപ്പോയി. അതിന് ഭഗവാൻ പുറത്ത് ബാക്കി കിടക്കുന്ന കാര്യങ്ങൾ വിധം പറഞ്ഞില്ല. ഭഗവാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പം എന്ത് ചെയ്തു? സുഭദ്ര ഉറങ്ങിപ്പോയി. അങ്ങനെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു ഉറങ്ങിപ്പോയി. അങ്ങനെ അഭിമന്യു ആ അതേ വിവരം കേട്ടിട്ടുള്ളൂ. അഭിമന്യു അമ്മയുടെ വയറ്റിൽ കിടന്ന, അതായത് പ്രഹ്ലാദ് മഹാരാജാവ് അതുപോലെ തന്നെയല്ലേ ഭാഗവതം മുഴുവൻ കേട്ടത് പഠിച്ചത് എവിടെ നിന്നാണ്? കയാധുവിന്റെ വയറ്റിൽ കിടന്ന സമയത്താണ്. അതാണ് ഈ ഗർഭസംസ്കാരം എന്ന് പറയുന്നത്. ഭഗവാനെ പറ്റിയുള്ള സംസ്കാരം, ഭഗവത്ഗീത, ഭാഗവതം ഒക്കെ ആ ഗർഭത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ കിട്ടുന്ന നോളേജാണ്. അപ്പം മനസ്സിലായില്ല. അപ്പം എന്തുമാത്രം ആവശ്യമുള്ള സമയത്ത് എന്താണ് ആ വിദ്യ ഉപകരിക്കാൻ പറ്റില്ല. കയറാനായിട്ട് പഠിച്ചു, പക്ഷെ ഇറങ്ങാനായിട്ട് പഠിച്ചില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ ഭഗവാനെ രക്ഷിക്കണമെങ്കിൽ രക്ഷിക്കാമായിരുന്നു. ഭഗവാൻ രക്ഷപ്പെടുത്തിയില്ല. അഭിമന്യുവിന്റെ ഒരു പാസ്റ്റ് ടൈം ഉണ്ട്. അഭിമന്യുവിന്റെ വളരെ കുറച്ച് സമയത്ത് ആയുസുള്ളൂ. അഭിമന്യു ആരുടെ അവതാരമാണെന്ന് എനിക്കറിയത്തില്ല. ആരുടെയോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തിന്റെ ഒരു വളരെ കുറച്ച് സമയം ഇവിടെ ചെലവാക്കിയിട്ട് പോകാനായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഇതിൽ വന്നതാണ്. അതുപോലെ തന്നെ ഭഗവാൻ വേറൊരു മകൻ ഉണ്ടായിരുന്നു, രുക്മിണി ദേവിയിൽ. ആ മകന്റെ പേരെന്താന്ന് ഓർമ്മയുണ്ടോ? പ്രദ്യുമ്നൻ. കേട്ടിട്ടുണ്ടോ? പ്രദ്യുമ്നൻ. കേട്ടിട്ടുണ്ട്. ഭഗവാന് രുക്മിണി ദേവിയിൽ ഉണ്ടായ മകനാണ് ഈ പ്രദ്യുമ്നൻ. ആരുടെ അവതാരമായിരുന്നു? പ്രദ്യുമ്നൻ ആരുടെ അവതാരമായിരുന്നു? കാമദേവന്റെ അവതാരമാണ്. കാമദേവൻ ഭഗവാന്റെ മകനായിട്ട് ജനിക്കാനുള്ള കാരണം എന്താണ്? ശാപം. മഹാദേവൻ ഭസ്മമാക്കി. എപ്പോഴാണ്? ഈ പാർവതി ദേവി തപസ്സിരിക്കുകയായിരുന്നല്ലോ ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടാനായിട്ട്. ആ സമയത്ത് ഭഗവാന് 5 ശരങ്ങളുള്ള പുഷ്പശരങ്ങളാണല്ലേ കാമദേവൻ എപ്പോഴുള്ള പുഷ്പശരങ്ങളാണ്. ആ പുഷ്പശരം കൊണ്ട് ഭഗവാനെ ഭഗവാനെ മോഹിപ്പിക്കാനായിട്ട് നോക്കി. ആ സമയത്ത് അദ്ദേഹം തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കി അല്ലെ. ആ കാമദേവന് പിന്നീട് ശാപമോക്ഷമായിട്ട് കിട്ടിയത് ഭഗവാന്റെ മകനായിട്ട്, അല്ലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മകനായിട്ട് അവതരിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ പ്രദ്യുമ്നായിട്ട് അവതരിച്ചു. അതുപോലെ തന്നെ ഭഗവാൻ വേറൊരു മകൻ ഉണ്ടായിരുന്നു. ആ കുലം തന്നെ മുടിയാനായിട്ട് ഇടയായ മകൻ, യാദവകുലം സാമ്പൻ. മഹാദേവന്റെ അംശാവതാരമാണെന്നും പറയുന്നു. മഹാദേവൻ തമോ ഗുണത്തിൽ സംഹാരമൂർത്തിയല്ലേ. അതായത് ഞാൻ ഇന്നലെ ഒരു ലെക്ചർ കേട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് പറയുന്നു സുബ്രഹ്മണ്യ സ്വാമിയുടെ അവതാരമാണെന്ന്. അതായത് ജാമ്പവതിയും ഭഗവാനും കൈലാസത്തിൽ ഇങ്ങനെ ഒരു ടൂർ പോയ സമയത്ത് സുബ്രഹ്മണ്യ സ്വാമി അവിടെ ഓടിക്കളിച്ച് നടക്കുന്ന കണ്ടപ്പോൾ ജാമ്പവതിക്ക് ഭയങ്കര അതിയായ ആഗ്രഹം തോന്നുകയും ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഭഗവാന്റെ അടുക്കൽ വഴക്ക് പിടിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ പറഞ്ഞു, അതുപോലെ ഒരു ഉണ്ണി നിനക്കുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് സാമ്പൻ ഉണ്ടായത് എന്ന് പറയുന്നു. ആ സാമ്പനാണ് ഈ കുലം മുഴുവൻ നശിപ്പിക്കാനായിട്ട് കാരണമായി തീർന്നതും സംഹാരമൂർത്തിയായി മാറിയതും. എങ്ങനെയാണ് സപ്തർഷികൾ വന്ന സമയത്ത് എന്താണ് ഒരു ഗർഭിണിയായിട്ട് വേഷം കെട്ടിട്ട് എന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ആണോ പെണ്ണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിന്റെ വയറ്റിൽ കിടക്കുന്ന നീ പ്രസവിക്കുകയും ചെയ്യും. നിന്റെ വയറ്റിൽ കിടക്കുന്ന ആ കുട്ടി നീ ഒരു ഇരുമ്പലക്കെ പ്രസവിക്കും. ആ ഇരുമ്പലക്ക യാദവകുലം തന്നെ നശിക്കാനിടയായിട്ട് ശാപം കിട്ടി. അങ്ങനെ ആ ശാപം കൊണ്ട് ഈ പ്രസവിച്ച ആ ഇരുമ്പലക്കയായിട്ട് ഉഗ്രസേന മഹാരാജാവിന്റെ അടുക്ക് ചെന്നപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ചു അത് രാഗി പൊടിയാക്കിയിട്ട് എന്ത് ചെയ്യും, എറിയാൻ പറഞ്ഞു. അങ്ങനെ പൊടിയായാലും ഒരു വലിയ കഷ്ണം ഉണ്ടായിരുന്നു. അതൊരു മത്സ്യത്തിന്റെ വയറ്റിലായി. ബാക്കിയുള്ളതൊക്കെ എന്താണ് ഈർച്ചപ്പുലികളായിട്ട് അവിടെ കിളുത്തു വന്നു. ആ വലിയ മത്സ്യത്തെ പിടിച്ച ഒരു മുക്കുവൻ ആ മത്സ്യത്തെ കീറിയപ്പോ ഉള്ളിൽ നിന്ന് ഇത് കിട്ടിയപ്പോ ഒരു കൊല്ലന് കൊടുത്തു. ആ കൊല്ലന്റെ അടുക്കിൽ നിന്ന് എന്താണ് ഒരു വേടൻ, ജര എന്ന് പറയുന്ന വേടൻ ഇതെടുത്തിട്ട് അതിന്റെ അമ്പുണ്ടാക്കി.
ആ അമ്പ് വെച്ചിട്ട് എഴുതിട്ടാണ് ഭഗവാനെ മാനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് കാലേ കൊള്ള പാദത്തെ കൊള്ള അമ്പ് ചെയ്തിട്ട് കാലിൽ കൊള്ളുന്നത്. ഭഗവാനെ കൊല്ലാനുള്ള കാരണം ആരായിരുന്നു വിചാര? ബാലി ബാലിയുടെ അവതാരമാണ്. ഭഗവാൻ അവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് ശ്രീരാമാവതാരത്തിൽ കൊല്ലണ്ട വന്ന ഒരു പേരുദോഷം മാറ്റാൻ വേണ്ടിയിട്ട് ഭഗവാന് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തു, ബാലിക്ക് വീണ്ടും ഭഗവാനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള. ഭഗവാനെ വധിക്കാൻ ആർക്കും സാധ്യമല്ല, പക്ഷെ ഭഗവാന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ആനുകൂല്യങ്ങളൊന്നും വേണ്ട. ഭഗവാൻ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ശ്രീകൃഷ്ണ അവതാരത്തിൽ എല്ലാ കണക്കുകളും തീർത്തിട്ടാണ് ശ്രീകൃഷ്ണ അവതാരം അവസാനിച്ചത്. നമുക്കറിയാമല്ലോ അല്ലേ? എത്ര 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 എക്സാമ്പിൾ ഉണ്ടല്ലേ? കഴിഞ്ഞ ഇന്ദ്രപുത്രനായിരുന്ന എന്താ പറയുക, ബാലിയെ വധിക്കാൻ കൂടാക്കി, അല്ല ബാലിയെ, ഇന്ദ്രപുത്രനായ ബാലിയെ അവിടെ വെച്ചിട്ട് വധിക്കാൻ കൂട്ടാക്കി. ഇവിടെ ഒരു ഇന്ദ്രപുത്രന് തേരാളിയായി. നമ്മൾ ആ ശ്ലോകം കഴിഞ്ഞ ദിവസം നമ്മൾ രാമായണത്തിൽ വായിച്ചല്ലേ? ചമ്മട്ടി പൂണ്ട് കടിഞ്ഞാണും മുറക്കിയുടൻ ഇന്ദ്രാത്മജനപത തേർകൂട്ടി നീ അജിത ചെമ്മേ മറഞ്ഞു ശരം കൊണ്ട് കൊന്നതും ഒരു ഇന്ദ്രാത്മജന്നെ യുതി നാരായണായ നമഃ. കേട്ടിട്ടില്ലേ? ഹരിനാമ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതെ അതെ. ചമ്മട്ടി പൂണ്ട് കടിഞ്ഞാണും ഒക്കെ മുറുക്കി ഒരു ഇന്ദ്രാത്മജന് തേർകൂട്ടി നീ അജിത. അതായത് നമ്മൾ ഈ ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആ ഭാഗം അല്ലേ? അർജുനന്റെ തേരാളിയായിട്ട് ഭഗവാൻ ഇരിക്കുകയാണ് അല്ലേ? പക്ഷെ നീ എന്ത് ചെയ്തു? ചെമ്മേ മറഞ്ഞോരു ശരം കൊണ്ട് കൊന്നതും ഒരു ഇന്ദ്രാത്മജനെ യുതി നാരായണ. ഈ ശ്രീരാമ അവതാരത്തിൽ നീ ഒരു ഇന്ദ്രാത്മജനെ അവിടെ വെച്ചിട്ട് മറഞ്ഞിരുന്ന് കൊന്നു. ഇവിടെ എന്ത് ചെയ്തു? ഇന്ദ്രാത്മജന് തേരാളിയായി. അവിടെ സൂര്യപുത്രനായ സുഗ്രീവനെ രക്ഷിച്ചു. ഇവിടെ സൂര്യപുത്രനായ കർണനെ വധിക്കാൻ കൂട്ടുനിന്നു. മനസ്സിലായില്ലേ? അപ്പൊ ആ ഭഗവാൻ ഒന്നിനും ഒരു കണക്ക് വെക്കുന്നില്ല, എല്ലാം ബാലൻസ് ചെയ്യാണ്. അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പം ഈ പറയുന്ന യുധാമന്യുവും ബലവാനായ ഉത്തമ ഔജസ്യ സുഭദ്രാപുത്രൻ, നമ്മൾ പറഞ്ഞ അഭിമന്യു, ദ്രൗപദിയുടെ മക്കൾ 5 പേരുണ്ട്. ഓരോ ഭർത്താക്കന്മാരിലുള്ള 5 മക്കള് എന്നിവർ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. ഇവരെ 5 പേരെ ആരാണ് വധിച്ചത്? അശ്വത്ഥാമാവാണ് ഇവരെ 5 പേരെയും വധിച്ചത്. അപ്പൊ അങ്ങനെ നമ്മള് ഈ 6ാമത്തെ ശ്ലോകം വരെ എത്തി നിൽക്കുകയാണ്. ഇനി ഇവരെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച പറയാം. നിങ്ങൾ നോക്കിപ്പോരെ. ഈ പറയുന്ന യുധാമന്യു ആരാണ്? ഉത്തമൗജസ് ആരാണ്? സുഭദ്രാപുത്രൻ നമ്മൾ കണ്ടു. ദ്രൗപദിയുടെ മക്കളെ അറിയാം. പിന്നെ നമ്മൾ ഒരാളെ പറ്റി അറിയാറുണ്ട്, പിന്നെ പുരുജിത്ത്, പിന്നെ ശൈബ്യൻ, ദുഷ്ടകേതു. ഇവരെ പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിയാൻ പറ്റുവാണെങ്കിൽ നോക്കിക്കൊണ്ട് പോരുക. അടുത്ത പ്രാവശ്യം ഞാൻ നോക്കാം, അറിയാവുന്ന പോലെ പറയാം. സമയം കിട്ടുവാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം. ഇനി എന്തെങ്കിലും റിയലൈസേഷൻ ഉണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും മനസ്സിലാക്കിയ കാര്യങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യം 1-2 പോയിന്റ് പറയാം. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് കയറാൻ പോവാം. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ പ്രഭു. സന്തോഷം ജോയിൻ ചെയ്തില്ല. ഹരേ കൃഷ്ണ. ഞാനും ഉണ്ടാവില്ല. ഗുരുവായൂർ പോകാം. ഗുരുവായൂർ പോവാണല്ലേ? അതെ, അർച്ചനയ്ക്ക് പോകാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. തേര് 2 കൂട്ടരുടെയും മധ്യത്തില് തേര് നിർത്തിയിട്ട് ഇതിൽ ഇപ്പോഴും യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരുടെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് വലിയ പോയിന്റ് ഒന്നും പറയാനായിട്ടില്ലല്ലേ? മഹാരഥന്മാരൊക്കെയാണ് നിൽക്കുന്നത്. നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ കൊള്ളാം. അതായത് ആചാര്യനോട് പറയുവാണ്, അവര് സാധാരണക്കാരായിട്ട് വിചാരിക്കേണ്ട, അങ്ങ് പഠിപ്പിച്ചു വിട്ട ആൾക്കാരും അതുപോലെ തന്നെ അങ്ങേ വധിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു വിട്ട ആളാണ് അവരുടെ സേനാപതി. പിന്നെ ഈ പറഞ്ഞ മഹാരഥന്മാരൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അത്ര നിസ്സാരമായിട്ട് കാണേണ്ട. നമ്മുടെയാണ് സൈന്യബലം കൂടുതൽ
എങ്കിലും അവിടെയുള്ളവരും മോശക്കാരല്ല, അവരെ തരം താഴ്ന്ന് കാണണ്ട എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ കണ്ടത് അല്ലേ? അതെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സൗഭാഗ്യവതി കലാമാതാജി, ഹരേ കൃഷ്ണ. അതായത് താമസിച്ചു പോയോ? താമസിച്ചു പോയി പ്രഭുജി. ഹരേ കൃഷ്ണ. ഇന്ന് രാമായണ പാരായണം ഇല്ല. രാമായണ പാരായണത്തിൽ രാമായണ പാരായണമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ താമസിച്ചുപോയി. പുറത്തു പോകണമായിരുന്നു, അത് വന്നപ്പോഴും താമസിച്ചുപോയി. അതെ അല്ലേ? അത് കഴിഞ്ഞ് രാമായണം വായിക്കണം നിഷ്ഠയോടെ ഞാൻ 2 നേരവും വായിക്കും. അപ്പൊ പിന്നെ മുടക്കാൻ പറ്റത്തില്ല അത്. ഏത് 4ാമത്തെ ശ്ലോകം കേട്ടോ പ്രഭുജിന്ന്? 4, 5, 6 എടുത്തത് മാതാജി. 4, 5, 6 എന്തായാലും യൂട്യൂബിലുണ്ട്. അത് അത് കണ്ടാൽ മനസ്സിലാകും. നമ്മൾ കുറെ പേരുടെ വിവരണമാണ് പറഞ്ഞത്. മഹാരഥന്മാര്, ദുര്യോധനൻ, അതുപോലെ ദ്രോണാചാര്യോട് പറയുന്നതാണ് അവരുടെ സൈന്യത്തിലുള്ള മഹാരഥന്മാർ ആരൊക്കെയാണെന്ന്. ദ്രൗപദി പുത്രന്മാര്, അഭിമന്യു, അതുപോലെ തന്നെ കാശി രാജാവ് കുന്തി ഭോജൻ, ദഷ്ടകേതു, ചേകിതാനൻ, കാശിരാജ, ഇങ്ങനെ കുറെ പേരുടെ പേരുകളാണ് പറയുന്നത്. അവിടെ പ്രധാനപ്പെട്ട ആൾക്കാരെ മാത്രം പേരെടുത്ത് പറഞ്ഞു. ഹരേ കൃഷ്ണ. സൈന്യബലത്തില് കൂടുതലും ദുര്യോധന സേനയ്ക്കാണെങ്കിലും ധർമ്മം കൂടി നിൽക്കുന്നത് ഭഗവാൻ ഉള്ള പാണ്ഡവരുടെ പക്ഷത്ത്. പിന്നെ പാണ്ഡവർ ആണ് ധർമ്മത്തിൽ സഞ്ചരിക്കുന്നവരായതുകൊണ്ട് ദുര്യോധനന് തീർച്ചയായിട്ടും അറിയാം വിജയം എന്തായാലും ഭഗവാൻ കൃഷ്ണൻ ഇപ്പുറത്തായതുകൊണ്ട് ഭഗവാന്റെ വസ്ത്രമേ ജയിക്കൂ എന്ന്. അതുകൊണ്ടുള്ള വെപ്രാളത്തിൽ ഗുരുവിനോട് പോലും അദ്ദേഹം ദ്രോണാചാര്യരായിട്ട് ആ ഒരു മമത കാണിക്കരുതെന്നുള്ള ആ ഒരു ഓർമ്മിപ്പിക്കുന്നതാണ്. അതിപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പോയിന്റ് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ആ ആൾക്കാരുടെ പേര് വിവരിക്കുകയായിരുന്നു. അതിലെ നമ്മൾ അറിയാവുന്ന 2-3 പേരുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ദ്രോണാചാര്യരെ, ദ്രുപദരെ, ദൃഷ്ടദ്യുമ്നനെ, അതുപോലെ തന്നെ കുന്തി ഭോജനെ, പിന്നെ എന്താ പറയുക ദൃഷ്ടകേതു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേരുടെ കാര്യം മാത്രം നമ്മൾ പറഞ്ഞു. ബാക്കി ചിലരുടെയൊക്കെ നമ്മൾ പേര് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് അറിയില്ല അവരുടെ ഹിസ്റ്ററി. അത് മഹാഭാരതത്തിലേക്ക് പോയാലേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് മഹാരഥന്മാരാണെന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക. അവരുടെ പാസ്റ്റ് ടൈം നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും അവസരം ഉള്ളപ്പോൾ നമുക്ക് അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പൊ ഹരിബോൾ. അപ്പൊ എല്ലാവർക്കും എന്താണ് പറയുന്നത്, ഇനി വേറെ ഒന്നും പറയാനിട്ടില്ല എങ്കിൽ ലീവ് ചെയ്യാം. അനന്തകോടി വൈഷ്ണവന്തിക്ക് ജയ്. സംശയം കൂടെ പ്രഭുജി. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ മതി. പ്രഭുജി, ഇത് ഓരോ പദ്യമായിട്ട് ഓരോ ഇതിന്റെ